ഹലോ നമസ്കാരം. നമ്മൾ പ്രൊമോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊമോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ കുളത്തപ്പുഴ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുക കേട്ടോ. ആ സമയത്ത് മനു ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വൈജയന്തി ആയിട്ടോ. വൈജയന്തി ബാലചന്ദ്രൻ്റെ റൂമിൽ പോയിട്ട് ബാലചന്ദ്രൻ്റെ ലാപ്ടോപ്പെല്ലാം പരിശോധിക്കുന്നുണ്ട് കേട്ടോ. വൈജയന്തി എന്നിട്ട് താഴെ ചെന്നിട്ട് രോഹിത്തിനോടും മനുവിനോടും പറയുന്നുണ്ട്, ഞാൻ ഇതിനാണ് ഇവിടെ വന്നത്, മറ്റവർക്ക് എന്തൊക്കെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ന് പറയാണ്. ആ സമയത്ത് ബബിനിയും കൃഷ്ണമോളും പറയുന്നുണ്ട്, ഞങ്ങൾ അലീന ചേച്ചിക്ക് ഓർണമെൻറ്റ്സും സാരിയൊക്കെ എടുത്തിട്ട് ഒരുക്കി വിട്ടതെന്ന് പറയാണ്. ആ സമയത്ത് വൈജയന്തിയുടെ കയ്യിൽ ബാലചന്ദ്രൻ്റെ ലാപ്ടോപ്പും ഉണ്ട് കേട്ടോ. എന്നിട്ട് വൈജയന്തി എല്ലാവരോടും കൂടി പറയുന്നുണ്ട്, ഈ 15 ലക്ഷം രൂപയും 17,000 രൂപയുടെ സാരിയും അവൾക്ക് വാങ്ങിക്കൊടുക്കണമെങ്കിൽ ബാലചന്ദ്രനും അവളും തമ്മിൽ എന്താണ് ബന്ധമുള്ളതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് മനു പറയുന്നുണ്ട്, ആൻറ്റി ചോദിക്ക്, എന്നിട്ട് കിട്ടുന്നതൊക്കെ വാങ്ങിക്കുമെന്ന് പറയാണ്. എന്നിട്ട് ദേഷ്യത്തോടെ വൈജയന്തി പറയുന്നുണ്ട്, 15 ലക്ഷം രൂപ ഒരു വേലക്കാരിക്ക് എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് വൈജയന്തിയുടെ മുഖം ഒരു ഭയപ്പെടുന്ന മുഖമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മനു എന്തോ സൂചന വൈജയന്തിക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നെ കാണിക്കുന്നത് അലീന കേട്ടോ. അലീന ഒരു മുറിയിലേക്ക് ഡോറ് തുറന്നിട്ട് കയറുന്നുണ്ട്. ആ റൂമിൽ സ്റ്റാലിൻ ജോസഫ് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അലീനയുടെ മുഖം എന്തോ ചമ്മൽ പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും അലീനയുടെ ആ വീട്ടിലെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് എപ്പിസോഡിലെ കാണാം.